കോഴിക്കോട് ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായ ഒരു കേസാണ് സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത്. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയാണ് അതിക്രമത്തിന് ഇരയായത്. മലപ്പുറം ഈശ്വരമംഗല സ്വദേശി മുസ്തഫ കോഴിക്കോട് പോലീസിന്റെ പിടിയിലായി. എറണാകുളത്ത് നിന്നും കർണാടകയിലെ ഹാസനിലേക്ക് പോകുകയായിരുന്ന ബസ്സിലാണ് സംഭവം. എടപ്പാളിൽ നിന്ന് ബസ്സിൽ കയറിയ മുസ്തഫ പെൺകുട്ടിയെ പലതവണ ശല്യപ്പെടുത്തി. യാത്രക്കാർ ഇയാളെ തടഞ്ഞുവെച്ച് കോഴിക്കോട് എത്തിയപ്പോൾ പോലീസിന് കൈമാറുകയായിരുന്നു. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇതുപോലെ ബസ്സുകളിൽ, പൊതുഗതാഗത സംവിധാനങ്ങളിൽ രാത്രിയും പകലും യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമവും ലൈംഗിക അധിക്ഷേപവും ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങൾ ഇതിനു മുൻപും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത് കോഴിക്കോട് വെച്ച് ഈ കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ എപ്പോഴായിരുന്നു, രാത്രിയാണോ പകലാണോ ഈ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്? അനീഷ്, കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സിൽ ആണ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുന്നത്. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിനിരയായത്. മലപ്പുറം ഈശ്വരമംഗലം സ്വദേശി മുസ്തഫ എന്നയാൾ പോലീസിന്റെ പിടിയിലുമായിട്ടുണ്ട്. എറണാകുളത്ത് നിന്നും കോഴിക്കോട് വഴി കർണാടകയിലെ ഹസനിലേക്ക് പോകുന്ന ബസ്സിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇടപ്പാളിൽ നിന്നാണ് ഈ മുസ്തഫ എന്ന പ്രതി ബസ്സിൽ കയറിയത്. ഈ ബസ്സിൽ കയറിയപ്പോൾ മുതൽ തന്നെ പെൺകുട്ടിയെ തുടർച്ചയായി ഇയാൾ ശല്യപ്പെടുത്തി വരികയായിരുന്നു. ഇതിനുശേഷം ബസ് കോഴിക്കോട്ട് എത്തിയപ്പോഴാണ് പെൺകുട്ടി കാര്യം പുറത്തു പറയുകയും അയാൾക്ക് നേരെ ബഹളം വെക്കുകയും ചെയ്ത് ഉടൻ തന്നെ ബസ് ജീവനക്കാരും ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാരും ചേർന്ന് ഈ ബസ് നടക്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടാൻ പറയുകയും ഇയാളെ തടഞ്ഞു വെക്കുകയുമായിരുന്നു. തുടർന്ന് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതോടുകൂടി പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. എന്തായാലും പ്രതി മുസ്തഫയ്ക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പിന്നീട് ബസ് യാത്ര ഈ കുട്ടി തുടരുകയും ചെയ്തു. ആ ബസ് യാത്രയിൽ കുട്ടിയുടെ മൊഴി പോലീസ് ഫോണിൽ വിളിച്ച് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇയാൾ ഇപ്പോൾ കസ്റ്റഡിയിൽ, ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് നീങ്ങും. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സമയോചിതമായ ഇടപെടൽ ഈ ബസ് ജീവനക്കാരുടെയും മറ്റു യാത്രക്കാരുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. കുറച്ചു നേരം ഇയാളുടെ ശല്യം സഹിച്ചിരുന്ന പെൺകുട്ടി ഒടുവിൽ അത് ധൈര്യസമേതം പുറത്തു പറയാനുള്ള മനസ്സ് കാട്ടി. അതാണ് ഇയാളെ കൊടുക്കാൻ സഹായിച്ചത്, അല്ലെ ഇയാളെ ഉചിതമായ പോലീസിന്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കാൻ സഹായിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുമ്പും പലവട്ടം ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും കൃത്യമായ ഒരു പിന്തുണ ഒരുപക്ഷെ ഇരകൾക്ക് അല്ലെങ്കിൽ ഈ തനിച്ച് യാത്ര ചെയ്യുന്ന പെൺകുട്ടികൾക്ക് മറ്റുള്ളവരിൽ നിന്നും കിട്ടാറില്ല. അവനവന്റെ കാര്യം മാത്രം നോക്കി യാത്ര ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിൽ ഒരു ഭയം കാണിക്കുന്ന, ഇതിനു മുൻപ് നമുക്കറിയാം പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പലപ്പോഴും ആക്രമണത്തിന് ഇരകളാകുന്ന യുവതികൾ പരാതിയുമായി മുന്നോട്ട് വരാത്തത് അവർക്ക് മറ്റുള്ളവരുടെ സഹായം, പിന്തുണയൊന്നും ഉണ്ടാകാറില്ല. പക്ഷെ നമുക്കറിയാം ഈ അടുത്തിടെ കഴിഞ്ഞ വർഷം ഈ നെടുമ്പാശ്ശേരിയിൽ വെച്ച്, എറണാകുളം നെടുമ്പാശ്ശേരിയിൽ വെച്ച് ഒരു മോഡലിന് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാകുന്നു. അന്ന് അവർക്ക് സഹായത്തിനെത്തിയത് ആ ബസ്സിലെ ജീവനക്കാരായിരുന്നു, KSRTC ബസ്സിലെ കണ്ടക്ടർ ഉൾപ്പെടെയായിരുന്നു. ഇവിടെ യാത്രക്കാർ, സഹയാത്രക്കാർ ഒന്നടങ്കം ഈ പ്രതിക്ക് നേരെ പ്രതിയെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം, യുവതിക്ക് പിന്തുണ നൽകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് സ്വാഭാവികമായിട്ടും ഇതുപോലെ മലയാളികളുടെ ഒരു മനോഭാവത്തിലൊക്കെ മാറ്റം. മുൻപൊക്കെ നമ്മൾ കരുതിയിരുന്നത് ഇതുപോലെ അതിക്രമത്തിന് ആരെങ്കിലും ഇരകളാകുമ്പോൾ അവർക്ക് പിന്തുണ ഉണ്ടാകാറില്ല എന്ന പ്രവണതയൊക്കെയായിരുന്നു. പക്ഷെ ഇതൊക്കെ മാറ്റം വരുന്നുണ്ടല്ലേ? തീർച്ചയായും കേരളം ഒട്ടാകെ ചർച്ച ചെയ്താണ് ഈ വിഷയം. കാരണം സവാദ് എന്ന് പറയുന്ന ഒരു യുവാവായിരുന്നു ഇത്തരത്തിൽ ആ മോഡലിന് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയത്. ബസ്സിൽ വെച്ച്, KSRTC ബസ്സിൽ വെച്ച് തന്റെ സ്വകാര്യ അവയവം കാണിക്കുകയും മറ്റു ചില പ്രവൃത്തികൾ ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുമായിരുന്നു. അന്ന് ഇക്കാര്യം ഈ വാഹനത്തിലുണ്ടായിരുന്ന ഈ മോഡൽ അന്നത്തെ KSRTC കണ്ടക്ടറായിരുന്ന പ്രദീപ് എന്നയാളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ഇതേ തുടർന്ന് ഇയാൾ ഈ പ്രതിയെ തടഞ്ഞ്, സവാദിനെ ബസ്സിൽ വെച്ച് തടഞ്ഞു വെച്ചു. അതിനുശേഷം ഈ പ്രതി വാഹനത്തിൽ ഓടാൻ ശ്രമിക്കുമ്പോൾ പിന്നാലെ പിന്തുണർന്നാണ് അദ്ദേഹം അന്ന് ഈ സവാദിനെ പിടിച്ചു വെക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തു. അന്ന് വലിയ പിന്തുണ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ കണ്ടക്ടർക്ക് ഉണ്ടായി. പക്ഷെ അന്നും ആ നടി അല്ലെങ്കിൽ ആ മോഡൽ വെളിപ്പെടുത്തിയത് ഇത്രയധികം കാര്യങ്ങൾ നടന്നപ്പോഴും ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന മറ്റൊരു ആൾ പോലും
സ്ത്രീകളടക്കമുള്ള ആളുകൾ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചില്ല. ഒപ്പം ഈ പലർക്കും ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വാഹനം വൈകും, മറ്റിടങ്ങളിലേക്ക് പോകാൻ താമസിക്കും എന്നൊക്കെ രീതിയിലുള്ള ഒരു മനോഭാവമായി ഇരിക്കുകയായിരുന്നു എന്നാണ്. എന്തായാലും അത്തരം ഒരു മനോഭാവം ഈ കോഴിക്കോട് ഇത്തവണ ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഉണ്ടായില്ല. യാത്രക്കാർ ഒന്നടങ്കം ആ വാഹനം സ്റ്റേഷനിലേക്ക് പോകട്ടെ എന്ന് പറയുകയും ഒരുപാട് ദീർഘയാത്ര, അത് ഹസൻ വരെ പോകേണ്ട യാത്രക്കാരാണ്, പക്ഷെ അവരവരുടെ സമയത്തെ പറ്റിയൊന്നും ബോധവാന്മാരല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മാത്രം ബോധവാന്മാരായി ഇത്തരം ഒരു നടപടിയിൽ നിന്നും പിന്തിരിയുകയല്ല ചെയ്തത്. എന്തായാലും ഇതിന് അനുകൂലമായും ചില സമയങ്ങളിൽ നമ്മൾ അന്ന് തന്നെ സവാദ് ജയിലിൽ പോവുകയും പിന്നീട് സവാദിന് ആലുവ സബ് ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയതും നിരന്തരം ആ സംഘടനയുടെ ഭാഗത്തു നിന്നും ഈ പരാതി നൽകിയ മോഡലിനെ അപകീർത്തിപ്പെടുത്തി പോസ്റ്റുകൾ ഇടുന്നതും ഈ സവാദിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നതുമൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും എന്ത് സംഭവം ഉണ്ടാകുമ്പോഴും രണ്ടു തട്ടായി ആളുകൾ നിൽക്കുന്നു എന്ന മനോഭാവത്തിൽ നിന്നും ഇപ്പോൾ ഈ ഇരയോടൊപ്പം നിൽക്കാൻ തയ്യാറാവുന്നു എന്നത് ഏറെ ആശ്വാസകരമാണ്. ഒപ്പം ഇത്തരം യാത്രകളിലും മറ്റുമൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ ആളുകളുടെ പിന്തുണ നൽകുന്ന കരുത്ത് അത് വലിയ ഒരു കരുത്തുമാണ്. എന്തായാലും ആ ഒരു സംഭവം ഈ കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്ന പ്രവൃത്തിയാണ് ബസ് ജീവനക്കാരുടെയും യാത്രക്കാരുടെയും. ഒപ്പം ധൈര്യസമേതം തനിക്ക് നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് മടികൂടാതെ പുറത്തു പറയാൻ ധൈര്യം കാണിച്ച ആ പെൺകുട്ടിയും പുലർത്തിയതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ടോം. വ്യക്തമാണ്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കർണാടക ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ചാണ് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. കോട്ടയം സ്വദേശിയായ പെൺകുട്ടിയാണ് അതിക്രമത്തിനിരയായത്. മലപ്പുറം സ്വദേശി മുസ്തഫയെ കോഴിക്കോട് വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു.